ഇവിടെ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയുണ്ട്. അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടേക്ക് ശരിക്കും പ്രത്യേകത ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തരുന്നത്. പിന്നെ അസാധ്യ വെയിൽ, സഹിക്കാൻ വേണ്ടി വെയില. വാൽനട്ട് ഇതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അത് വാൾനട്ട്. വാൾനട്ട് തന്നെ വെറൈറ്റി ഉണ്ട്. ഇത് വാൾനട്ട് പൊട്ടിക്കാത്തത്. ബദാമും എന്താ വില എന്നൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ओ भाई ये कितना है केजी? जोड़ी के जोड़ों के दर्द के लिए होता है, लहसुन होता है गठिया भाई, जोड़ों का दर्द. ओ അത് ശരി, ജോയിന്റ്സിന് നല്ലതാണെന്ന് പറയുന്നത്. नाम क्या है इसका? स्नो गार्लिक बोलते हैं इंग्लिश में. स्नो गार्लिक. അത് ശരി, തണുപ്പിലെ ഗാർലിക് എന്നാ പറയുന്നത്. उसका टेस्ट क्या है? शुगर कंट्रोल करने के लिए. शुगर कंट्रोल करने के लिए. ये बादाम. बादाम. ये जोड़ों का दर्द के लिए. ഇത് നമ്മുടെ ജോയിന്റ് പെയിനിനൊക്കെ മാറ്റാൻ പറ്റുന്ന क्या नाम बोला? पहाड़ी लहसुन हिंदी में बोलते हैं, पहाड़ी लहसुन भी बोलते हैं, इंग्लिश में स्नो गार्लिक बोलते हैं. സ്നോ ഗാർലിക് എന്നാ പറയുന്നത്. പഹാഡി ലസൂൺ എന്ന് പറയുന്നു. ജോയിന്റ് പെയിൻസിന് നല്ലത്. മറ്റേത് മറ്റേ ഷുഗർ ഒക്കെ കൺട്രോൾ ചെയ്യാൻ നല്ലത് ബദാം എന്ന് പറയുന്നു. അങ്ങനെ ഓരോരോ സാധനങ്ങളാണ് ഇവിടെ. ലോങ് है नहीं, ये इतना ही होगा. वो क्या है काला वाला? ये बेर होते हैं, अमरूद होता है, कश्मीरी बेर. बेर खा सकता है क्या एक? और क्या है? वो सेब होता है, सूखा सेब. सूखा सेब होता है, एप्पल, ड्राई एप्पल. കാണുന്ന സമസ്തമായിട്ട് സാധനമാണ്. ആപ്പിൾ ഉണക്കി വെച്ചേക്കുവാ. സീസണില്ലാത്തപ്പോൾ എടുക്കാമല്ലോ, അതാണ്. वो सेब कितना है केजी? वो 150 रुपये के जी, 150 के जी का. ऐसे पाव 250 ग्राम 40 रुपये का. റേറ്റിനൊന്നും കുറവൊന്നുമില്ല കേട്ടോ. വാൾനട്ട് कितना है? 300 के जी है, 350 है, 450 है. പല റേഞ്ചിലുണ്ടെന്നാ പറയുന്നത് വാൾനട്ട്. ഇത് ബദാമാണ്. ഇതെല്ലാം പൊളിക്കാതെ ഷെല്ലിനകത്തുള്ള അതൊക്കെ പൊളിച്ച് അതാ ഷെല്ല് മാറ്റിയിട്ട് ഇതായിരിക്കണം വാൾനട്ട്. അതിനകത്തൊന്ന് എടുത്ത് ഇത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ? ये कैसा? 800 kg. 500 kg. इसका नाम क्या है? वानी एप्रिकॉट्स. ആപ്രിക്കോട്ട്, ഡ്രൈ ആപ്രിക്കോട്ട്. പേരൊക്കെ മറന്നുകൊണ്ട് സാധനം കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇത് പിന്നെ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഡേറ്റ്സ്, ഡ്രൈ ഡേറ്റ്സ്. ഇത് തന്നെ വാൾനട്ടിൻ്റെ ഇച്ചിരി കൂടി ക്വാളിറ്റി കൂടിയ സാധനമാണ്. എനിവേ ഞാനൊന്ന് വാങ്ങാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ.